നമസ്കാരം. UK ലൈഫ് കോച്ച് മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. UK-യിൽ ജീവിക്കുന്ന മലയാളികളെ നേരിട്ട് ബാധിക്കുന്ന വിസ നിയമങ്ങൾ, സാമ്പത്തിക അപ്ഡേറ്റുകൾ, ഇമിഗ്രേഷൻ അപ്ഡേറ്റുകൾ, സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങൾ എന്നിവ വളരെ വ്യക്തമായും കൃത്യമായും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഒരു വാർത്താ അവതരണ വേദി എന്നൊരു ആശയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. മാത്തുചേട്ടന്റെ UK ലൈഫ് കോച്ച് മലയാളം എന്ന ചാനലിൽ ഇതുപോലെ ഒരു ന്യൂസ് അവതരണ വേദി എന്നൊരു ഇനീഷ്യേറ്റീവ് എടുത്തതിന്റെ പിന്നിലെ ആശയവും ഉദ്ദേശവും ലക്ഷ്യവും അതുപോലെ തന്നെ വാർത്തകൾ തിരഞ്ഞെടുക്കേണ്ടതും അവതരിപ്പിക്കേണ്ടതും എങ്ങനെയാണ് എന്നും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും മാത്തുചേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം മാത്തുചേട്ടാ. നമസ്കാരം. UK-യിൽ താമസിക്കുന്ന മലയാളികളായ ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഒരു ന്യൂസ് അവതരണ വേദി തുടങ്ങേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു? തീർച്ചയായിട്ടും ഇത് നമ്മൾക്ക് നിത്യവും വരുന്ന ഒട്ടനവധി ന്യൂസുകളുണ്ട് ഈ രാജ്യത്ത്. അതില് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരുപാട് അപ്ഡേഷനുകൾ, PR പോലുള്ള അപ്ഡേഷനുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് സമയാസമയങ്ങളിൽ ഗവൺമെന്റ് ഇറക്കുന്ന ഒട്ടനവധി ന്യൂസുകളുണ്ട്. ആ ന്യൂസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ റെലവൻസി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ വാർത്ത കൃത്യമായ സമയത്ത് ജനങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കലുകൾ ഒന്നുമില്ലാതെ ഒട്ടും അതിനകത്ത് മായം ചേർക്കാതെ തന്നെ സത്യസന്ധമായ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ലക്ഷ്യം. UK ലൈഫ് കോച്ച് എന്ന ഈ ചാനലിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു പ്രത്യേക ദിവസമോ ടൈമോ എന്തെങ്കിലും പ്രേക്ഷകർ പ്രതീക്ഷിക്കണോ? ഇല്ല, അതിപ്പം വാർത്തകൾക്ക് പ്രത്യേകിച്ച് സമയമോ കാലമോ ഒന്നും നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. കാരണം വാർത്തകൾ എപ്പോൾ വരുന്നോ അത് തീർച്ചയായിട്ടും നമുക്ക് വരുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യും. സെൻസേഷണൽ ന്യൂസുകൾ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സത്യസന്ധമായ ന്യൂസുകൾ പ്രചരിപ്പിക്കാൻ നമ്മുടെ ചാനലിന് കഴിയും എന്ന് മാത്തുചേട്ടന് വിശ്വാസമുണ്ടോ? 100% വിശ്വാസമുണ്ട്. അങ്ങനെ പറ്റുന്നില്ല എന്ന് തോന്നുന്ന നിമിഷം ഈ ഒരു സംരംഭം ഞാൻ ഉപേക്ഷിക്കും. മാത്യു സാറിന്റെ ചാനലിൽ വരുന്ന ന്യൂസ് അത് സത്യസന്ധമാണ് എന്ന് പൊതുസമൂഹം പറഞ്ഞില്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. ബ്രേക്കിംഗ് ന്യൂസുകൾ വരുമ്പോൾ ആദ്യം വാർത്ത കൊടുക്കണോ അതോ അതിന്റെ വസ്തുതകൾ അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം വാർത്ത കൊടുക്കണോ? എന്തിനാണ് മാത്തുചേട്ടന്റെ ചാനൽ മുൻഗണന നൽകുക? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ഇതിന്റെ ഒരു ആൻസർ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് കാള പറ്റുന്ന കേൾക്കുമ്പോഴേ കയറെടുത്തോണ്ട് ഓടുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അതിന്റെ ഈ ബ്രേക്ക് ന്യൂസ് കൊടുത്ത് ആളുകളെ പാനിക്കാക്കുക എന്നുള്ളതല്ല, മറിച്ച് അതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ എന്താണെന്ന് പഠിക്കുക. അത് ആ വാർത്ത ശരിയാണോ എന്ന് പഠിച്ചതിന് ശേഷം വാർത്ത റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഒരു ന്യൂസ് ചാനലിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാനാണ് മാത്തുചേട്ടൻ ഉദ്ദേശിക്കുന്നത്? ന്യൂസ് എന്ന് പറഞ്ഞാൽ അത് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് അതിലുള്ള എല്ലാ ന്യൂസുകളും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന എല്ലാ ന്യൂസുകളും നമ്മൾ ഉൾപ്പെടുത്തും. അതിനകത്ത് ഇന്ന ഏരിയ എന്നോ ഇന്ന വാർത്തകളെന്നോ ഇന്ന വാർത്ത പബ്ലിഷ് ചെയ്യാൻ പാടില്ലെന്നോ ഇന്ന വാർത്ത പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ലെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതൊരു ന്യൂസ് ആണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, അത് സമൂഹത്തിന് അറിയേണ്ടതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സധൈര്യം അത് പബ്ലിക്കിനെ അറിയിക്കാനായി. അപ്പോൾ എന്താണ് മാത്തുചേട്ടാ നമ്മുടെ പുതിയ ന്യൂസ് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാവുന്നത്? ന്യൂസ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മാത്തുചേട്ടൻ പറഞ്ഞതുപോലെ സത്യസന്ധമായതും വസ്തുതാപരമായതും കൃത്യമായതുമായ വാർത്തകൾക്ക് വേണ്ടി നമ്മൾക്കും കാത്തിരിക്കാം. തീർച്ചയായും. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വാർത്താ സംരംഭം തുടങ്ങിയതിന്റെ ആദ്യത്തെ വാർത്ത നിങ്ങൾക്ക് കേൾക്കാം. താങ്ക് യു. കെയർ സെക്ടറിലെ വലിയ സ്റ്റാഫ് ക്ഷാമം പരിഹരിക്കേണ്ടതിന്റെ ഭാഗമായി നിലവിൽ UK-യിൽ ജോലി ചെയ്യുന്ന കെയർ വർക്കേഴ്സിനെ പുതിയ കർശനമായ സെറ്റിൽമെന്റ് നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യത ആന്റി ബേണർ സർക്കാർ പരിഗണിക്കുന്നതായി പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിപ്പോൾ അന്തിമമായി പ്രഖ്യാപിച്ച നിയമമല്ല, പക്ഷേ കെയർ വർക്കർമാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. നിലവിൽ UK-യിലെ സെറ്റിൽമെന്റ് നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള ചർച്ചകൾ നടക്കുകയാണ്. സാധാരണ 5 വർഷത്തെ സെറ്റിൽമെന്റ് റൂട്ട് കൂടുതൽ ദൈർഘ്യമുള്ളതാക്കാനുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ കെയർ വർക്കേഴ്സിന് പ്രത്യേക ഇളവ് നൽകണമെന്ന ചർച്ച ഇപ്പോൾ ശക്തമാകുന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. കൂടാതെ സർക്കാർ കെയർ വർക്കേഴ്സിന്റെ പേ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ആദ്യത്തെ ഫെയർ പേ എഗ്രിമെന്റ് കൊണ്ടുവരാനുള്ള നടപടികളും മുന്നോട്ട് വയ്ക്കുന്നതായി സൂചനയുണ്ട്. UK-യിലെ കെയർ വർക്കേഴ്സിന് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സൂചനയാണിത്. UK-യിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് കെയർ വർക്കേഴ്സിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പുതിയ പ്രധാനമന്ത്രി ആന്റി ബേണം UK-യിലെ സോഷ്യൽ സെക്ടർ നേരിടുന്ന വലിയ സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ UK-യിൽ ജോലി ചെയ്യുന്ന കെയർ വർക്കേഴ്സിനെ ഭാവിയിൽ വരാനിരിക്കുന്ന കർശനമായ ഇമിഗ്രേഷൻ സെറ്റിൽമെന്റ് റൂൾസിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു.
നമ്മളിൽ പലരും വർഷങ്ങളായി യുകെയിൽ കെയർ സെക്ടറിൽ ജോലി ചെയ്യുന്നു. പ്രായമായവരെ നോക്കുകയും അവരുടെ പേഴ്സണൽ കെയർ ചെയ്യുകയും മെഡിക്കേഷൻ സപ്പോർട്ട് നൽകുകയും രാവും പകലും ജോലി ചെയ്യുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഈ സെക്ടറിൻ്റെ നട്ടെല്ല് തന്നെ. ഇതിനിടയിലാണ് യുകെയിലെ PR അഥവാ ILR റൂൾസ് കൂടുതൽ കർശനമാക്കുന്നുവെന്ന വാർത്തകൾ വന്നത്. സാധാരണയായി 5 വർഷത്തിന് ശേഷം സെറ്റിൽമെൻറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ യുകെയിൽ എത്തിയ പലർക്കും പുതിയ നിയമങ്ങൾ വന്നാൽ താങ്കളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന ആശങ്കയുണ്ടായിരുന്നു. അതിനിടയിലാണ് പുതിയ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കെയർ വർക്കേഴ്സിന് പ്രത്യേക പരിഗണന പരിഗണിക്കുന്നുവെന്ന വാർത്ത പുറത്തു വരുന്നത്. തീർച്ചയായും ഇതൊരു വലിയ പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇതിപ്പോഴും ഫൈനൽ ഡിസിഷൻ അല്ല. കെയർ വർക്കേഴ്സിന് PR ഉറപ്പായി 5 വർഷം തന്നെ തുടരും എന്ന് സർക്കാർ ഔദ്യോഗികമായി എങ്ങും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാ കെയർ വർക്കേഴ്സിനും PR ഉറപ്പായി എന്ന തരത്തിലുള്ള വാർത്തകൾ വിശ്വസിക്കരുത്. എന്നാൽ നിലവിൽ യുകെയിൽ ജോലി ചെയ്യുന്ന കെയർ വർക്കേഴ്സിനെ പ്രത്യേകമായി പരിഗണിക്കണമെന്ന ചർച്ച നടക്കുന്നു എന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. ഇതിൻ്റെ പിന്നിലെ പ്രധാന കാരണം യുകെയിലെ സോഷ്യൽ കെയർ സെക്ടറിന് കെയർ വർക്കേഴ്സ് വളരെ അത്യാവശ്യമായ കാര്യമാണ്. കെയർ വർക്കേഴ്സ് ഇല്ലാതെ കെയർ ഹോംസിനും ഡൊമിസിലറി കെയർ സർവീസിനും മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് യുകെയിൽ ഇതിനകം ജോലി ചെയ്യുന്ന കെയർ വർക്കേഴ്സിനെ പുതിയ സെറ്റിൽമെൻറ്റ് റൂൾസിൽ നിന്ന് ഒഴിവാക്കുകയോ അവർക്ക് ഒരു പ്രത്യേക ട്രാൻസിഷണൽ അറേഞ്ച്മെൻറ്റ് നൽകുകയോ ചെയ്താൽ അത് ആയിരക്കണക്കിന് മൈഗ്രൻ്റ് കെയർ വർക്കേഴ്സിന് ഒരാശ്വാസമായിരിക്കും. ഒന്നാമതായി, ഔദ്യോഗിക സർക്കാർ പ്രഖ്യാപനം വരുന്നതുവരെ കാത്തിരിക്കണം. രണ്ടാമതായി, നിങ്ങളുടെ വിസ സ്റ്റാറ്റസ്, വിസ എക്സ്പയറി ഡേറ്റ്, യുകെയിലെ ലോഫുൾ റെസിഡൻസ് ഹിസ്റ്ററി, എംപ്ലോയ്മെൻറ്റ് റെക്കോർഡ്സ് എന്നിവ കൃത്യമായി സൂക്ഷിക്കണം. മൂന്നാമതായി, നിങ്ങളുടെ വ്യക്തിഗത സാഹചര്യത്തിനനുസരിച്ച് ഇമിഗ്രേഷൻ സോളിസിറ്റർ അല്ലെങ്കിൽ റെഗുലേറ്റഡ് ഇമിഗ്രേഷൻ അഡ്വൈസറിൻ്റെ ഉപദേശം തേടുന്നത് നല്ലതാണ്. ഇപ്പോൾ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാന കാര്യം, കെയർ വർക്കേഴ്സിൻ്റെ PR ഇപ്പോഴും പൂർണ്ണമായി തീരുമാനിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ കെയർ വർക്കേഴ്സിനെ പുതിയ കർശനമായ സെറ്റിൽമെൻറ്റ് റൂൾസിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യത പുതിയ പ്രധാനമന്ത്രി ആൻറ്റി ബേണർ സർക്കാർ പരിഗണിക്കുന്നു എന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ വാർത്തയാണ്. എന്നാൽ പ്രതീക്ഷയോടൊപ്പം ജാഗ്രതയും വേണം. ഫൈനൽ റൂൾസ് എന്താണെന്ന് ഔദ്യോഗികമായി സർക്കാർ പ്രഖ്യാപിക്കുന്നതുവരെ സോഷ്യൽ മീഡിയയിൽ വരുന്ന PR ഉറപ്പായി 5 വർഷം കഴിഞ്ഞാൽ എല്ലാവർക്കും ILR തുടങ്ങിയ ഹെഡ്ലൈൻസ് വിശ്വസിക്കാതെ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പരിശോധിക്കുക. താങ്ക് യു.